കർണാടകയിലെ മണ്ണിടിച്ചിൽ കാണാതെ അർജുന്റെ തിരിച്ചുവരവ് കാത്തിരിക്കുന്നു കോഴിക്കോട് കണ്ണാടിക്കൽ ഗ്രാമം. തെരച്ചിൽ പുരോഗമിക്കുമ്പോൾ കുടുംബം വലിയ പ്രതീക്ഷയിലാണ്. റഡാർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ ലോറിയുടെ സ്ഥാനം കണ്ടെത്താൻ കഴിഞ്ഞത് പ്രതീക്ഷ കൂട്ടുന്നു എന്ന് കുടുംബം പറയുകയാണ്. അർജുൻ അപകടത്തിൽപ്പെട്ട് 5 നാൾ പിന്നിടുമ്പോൾ ആശങ്കയിലാണ് കുടുംബം. 5 ദിവസം ആവാനായി ഇപ്പോഴും ഒരു വിവരമില്ല ഒരാളെ പറ്റിയിട്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താനാണ് എനിക്ക് പറയുന്നത്. തെരച്ചിൽ ഇപ്പോഴും കാര്യക്ഷമമല്ലെന്നും കൂടുതൽ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നും സഹോദരി അഞ്ജു പറഞ്ഞു. അവിടെയുള്ള ആളുകൾക്ക് അത് പറ്റൂലെങ്കിൽ അവർ മറ്റു വഴികൾ അപ്പോഴേ ചിന്തിക്കണമായിരുന്നു. കാരണം അതിൻ്റെ അടിയിലുള്ള ജീവനുകൾക്കൊന്നും അത്രയും വില അവർ കൽപ്പിക്കുന്നില്ല. മഴ ഉണ്ട്, ഓക്കെ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്തിനാണ്? അർജുന്റെ രക്ഷാപ്രവർത്തനത്തിന് സർക്കാർ എല്ലാ സഹായവും ഉറപ്പാക്കുന്നുണ്ടെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കൃത്യമായ മോണിറ്ററിംഗ് മുഖ്യമന്ത്രിയുടെ ഓഫീസും ചീഫ് സെക്രട്ടറിയുടെ ഓഫീസും DGPയുടെ ഓഫീസും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ നടന്നതിനേക്കാൾ കൂടുതൽ ഫലപ്രദമായ രക്ഷാദൗത്യം നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് അവരുടെ ഭാഗത്തു നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഉത്തര കന്നഡയിലെ അങ്കോലയ്ക്ക് സമീപം കൂപ്പിൽ നിന്ന് തടിക്കയറ്റി തിരിച്ചുവരുന്നതിനിടെ ചൊവ്വാഴ്ചയാണ് അർജുൻ അപകടത്തിൽപ്പെട്ടത്. അർജുന്റെ സഹോദരനും സഹോദരി ഭർത്താവും അപകടം നടന്ന സ്ഥലത്ത് തുടരുന്നുണ്ട്. 24 കോഴിക്കോട്. നൗഷാദ് പുനത്തല പറയുകയാണ്, കർണാടക പോലീസിന്റെ കൃത്യവിലോപം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. മലയാള ദൃശ്യമാധ്യമങ്ങൾ വാർത്ത കൊടുത്തപ്പോഴാണ് ഇത് പുറം ലോകം അറിഞ്ഞതും പേരിനെങ്കിലും നമ്മുടെ സംവിധാനങ്ങൾ ഉണർന്നതും അർജുനെ ജീവനോടെ കിട്ടട്ടെ എന്ന് പറയുകയാണ്. 100% നമ്മുടെ പ്രതീക്ഷ ഇപ്പോൾ അതുതന്നെയാണ്. പിന്നെ കൃത്യവിലോപം, അനാസ്ഥ, ആദ്യ 48 മണിക്കൂറിലെ കല്ലിന് കാറ്റ് പിടിച്ച പോലെ ഇരുന്ന അവസ്ഥകൾ നമുക്ക് സംസാരിക്കാം. അത് കുറച്ചുകൂടി സമയം കഴിയട്ടെ.